ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വലിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ശരിക്കും ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ സോ എക്സൈറ്റഡ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് പോകാൻ പോവാണ്. എന്തിനാ പോകുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, വെറുതെ പോവുകയാണ്. പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളിവിടെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്, കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ വിശക്കുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുട്ടുണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്ത് വീഡിയോ എടുത്തു. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം കരുനാഗപ്പള്ളി എത്താറായില്ല, എനിക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പം നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ മാവന്മാരുണ്ട് ഇവിടെ രണ്ടുപേരും. ഇന്ത്യ വൈശിക്ക് ഇങ്ങോട്ട് നോക്കിയേ. വൈശിക്ക് കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര ഗെറ്റപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഏട്ടൻ ഇവിടെ കാറിരിക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വിശേഷം. തോണിയാ? റോഡോ? ഓ, ലോറി. നമ്മളിപ്പോ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കമ്മിയാണ്. നമ്മളിനി ഫുൾ അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മള് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ രണ്ടുപേർക്കും എൻ്റെ മടിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഫുള്ള് യാത്ര ചെയ്യേണ്ടി വരും എറണാകുളം വരെ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയതാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ച കണ്ടുകൊണ്ട് നിർത്തിയത്. നല്ല പാലം, നല്ല പാടം. നല്ല വിശാലമായ ഒരു പാടം ഇല്ല കേട്ടാ. ഓ, എന്തുവാ അപ്പോൾ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കടലാണ് കേട്ടോ. ഈ ഒരു വരി നേരെ വീട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കടലാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നമ്മൾ അമ്പലപ്പുഴയിൽ ഒരു പ്രാവശ്യം പോയില്ലേ, അപ്പോൾ പോയപ്പോഴും ഞാൻ ഈ സംഭവം കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അറിയത്തേ ഇല്ല. ഇങ്ങനെ നമ്മൾ സാധാ നമ്മൾ ഇതുവഴിയൊക്കെ പോകത്തില്ല, ആ ഒരു രീതിയിലാണ് പോകുന്നത്. കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അവർ കടൽ വരുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ഇങ്ങനെ അപ്രത്യക്ഷമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ്, പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കടലിങ്ങനെ ഇങ്ങനെ പോകുന്നത് കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടലിങ്ങനെ കാണുന്നത്. അപ്പോൾ അവിടെ നിർത്തണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല കേട്ടോ, ഇങ്ങനെ പോയിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ പുട്ടും ഏത്തക്കയൊക്കെ കഴിച്ചെങ്കിലും ഇപ്പോൾ കുറേ സമയമായിട്ട്, കുറേ 1-2 മണിക്കൂറുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് വരികയല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വഴിയിൽ ഇറങ്ങിയിട്ട് ഒരു നാരങ്ങ വെള്ളവും അതുപോലെ പപ്സും കഴിക്കാൻ കേട്ടോ. അപ്പം തണുക്കാത്ത വെള്ളമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. തണുപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാകും തൊണ്ടയ്ക്ക്, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും അത്രയും കുഴപ്പമില്ല, എനിക്കാണ് മെയിനായിട്ടും പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ.
പിന്നെ ഒരു ചോക്കോ പൈ വാങ്ങിച്ചു കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. എന്നുവെച്ചാൽ ഹെവി ആയിപ്പോയി, വയറ് നന്നായിട്ടൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ലൈറ്റായിട്ടൊന്ന് കഴിച്ചത് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിനിന് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ശരിക്കും രാവിലെ എഴുന്നേൽക്കുന്നവരെ ട്രെയിനിന് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ കാറിലാക്കിയതാണ് യാത്ര. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും കുറച്ച് തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. സാധാരണ റോഡിൽ ഇറങ്ങുന്നതിനെക്കാട്ടിലും നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന സമയത്ത് നല്ല തണുപ്പും കാറ്റുമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ചൂടും അതുപോലെ തന്നെ പൊടിയാണ്. പിന്നെ ഫ്രണ്ടിലൊന്നും അധികം വണ്ടി ഇല്ലാത്തതുകൊണ്ട് വലിയ പൊടിയൊന്നും അടിച്ചില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ഈ പാലത്തിൻ്റെ മേളിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം പക്ഷേ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ സൈഡൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കാറിനകത്തിരിക്കുന്നത് കൊണ്ട് അത്രയും പൊക്കം കുറവായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മളല്ലെങ്കിൽ ഇറങ്ങിയിട്ട് കാണണം കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു പാലം കയറി ഇറങ്ങാനുണ്ട്. അപ്പോൾ ആദ്യത്തെ പാലമല്ല ഇത് വേറൊരു പാലമാണ്. അപ്പോൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല കേട്ടോ. ഇത് ചേട്ടനും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഏട്ടൻ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയോ ഒന്ന് മിസ്സായിപ്പോയി. അങ്ങനെ നേരെ അങ്ങ് അപ്പുറത്തിറങ്ങി. അപ്പോൾ അങ്ങ് വരെ പോകണ്ട, ഇപ്പുറത്ത് തന്നെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടാണ് അപ്പുറത്തോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ ആദ്യം തന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് റൂട്ട് തിരിച്ച് വരേണ്ടി വന്നു കേട്ടോ. നമ്മൾ കൊച്ചി എത്തി. നമ്മളങ്ങനെ കൊച്ചി എത്തിയിരിക്കുന്നു. അയ്യോ കൊച്ചി വന്നു കൊച്ചി. നമ്മളെങ്ങോട്ടാ പോന്നേ? ശരിക്കും ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കേട്ടോ ഞങ്ങളവിടെ പോവാന്ന്. നമ്മളിങ്ങനെ അങ്ങോട്ട് പോണു. വേണ്ട അടിപൊളി. നമ്മളിപ്പോൾ വലിയ കാര്യത്തെ ഓടിക്കേറിയൊക്കെ പോയതാണ് കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് വഴി തെറ്റി എന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ അപ്പുറത്തെ വേറൊരു വഴി കൂടെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഏട്ടൻ എന്നോടൊന്നും പറയുന്നില്ല. എനിക്കാണെങ്കിൽ അറിയത്തുമില്ല. എനിക്കിത് കണ്ടാലും കേട്ടാലും ഒന്നും മനസ്സിലാവുന്നില്ല ഏതാ സ്ഥലമൊന്നും. ആദ്യമായിട്ട് കാണുകയാണ്.
ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടില്ല, ഒരു സ്ഥലങ്ങൾ പേര് പോലും എനിക്കറിയാൻ വയ്യ, അല്ലാണ്ട് പോലും അറിയില്ല. എന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്നറിയാം, പിന്നെ തിരുവനന്തപുരം അറിയാം, എറണാകുളം അറിയാം, അങ്ങനെയൊക്കെയുള്ള സ്ഥലപ്പേര് മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള പേരുകളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാൻ നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് തിരക്കൊക്കെ ആയി കേട്ടോ. അതിൻ്റെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ വലിയ ബ്ലോക്കൊന്നുമില്ല, കുറച്ച് വണ്ടികളിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ പോകും എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തേയിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവന്മാരോട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, കരച്ചിൽ എന്ന് വെച്ചാൽ വിശക്കുന്നു. ഇപ്പോൾ ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എനിക്കും വിശക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അവരുടെ കൂട്ടരിൽ നിന്ന് കരയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ നമ്മളെ സ്ഥലത്ത് ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ അത്രയും കൂടി ലേറ്റ് ആവില്ലേ. അപ്പം അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിലോട്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, ഇല്ലയോ? എന്തുണ്ടോ? പമ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാം. ഇടാൻ പറ്റും. കൊച്ചി എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പെട്രോൾ തീർക്കും. നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ പെട്രോൾ അടിക്കണം. വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. രാവിലെ കാണിക്കാനേ ഉടുപ്പില്ല, ഇപ്പം കാണിച്ചത് ഉടുപ്പ്. ഇവിടെ ജങ്കാറ് വരും കേട്ടോ. അതിനകത്ത് കയറാൻ നിൽക്കുന്ന വണ്ടികൾ ഇത്ര ഉണ്ടോ? അവിടെ ഇത്രയും 2 വീലറും ഇവിടെ ഇത്രയും 4 വീലറും 3 വീലറും ഒക്കെ. ഒത്തിരി വണ്ടി. ഇത് എപ്പോൾ പോയി തീരും ഇല്ലയോ? റോറോ സർവീസ്, റോറോ സർവീസ് എന്നാ ഇതിൻ്റെ പേര്. എനിക്കും ചേർന്ന
ജെറിനകത്തോ? ജങ്കാർ. ആ ജങ്കാറിനകത്ത് കേറുന്ന എനിക്ക്. നമുക്ക് പോവാം. അമ്മ, പോണ്ടമ്മ. ആ അതുകൊണ്ട് ഒരു ബോട്ട് വന്നു. അമ്മ, എല്ലാം കളിക്കുന്ന സാധനങ്ങളൊക്കെ. കുട്ടികള് കുട്ടികളോ? കുട്ടികള് കളിക്കുന്ന സാധനം. എന്തേ? അതുകൊണ്ട് രണ്ടെണ്ണം കുട്ടികളെ കളിക്കുന്ന. അങ്ങോട്ട് പൊക്കൂടായോ? അവിടെ കണ്ടെയ്നർ കിടക്കുന്നുണ്ട്. കണ്ടെയ്നറാന്നോ? അതിന്റെ പേരെന്തോ? എന്തോ ഒരു സാധനം. ബോട്ട് ഉണ്ടോ? അതിനകത്ത് നോക്കിയേ, അടുത്ത് കാണാം. ഫോണിൽ നോക്കിയേ, ദൂരക്കടെ ഇത് പോകുന്ന കേട്ടോ. നമ്മളിങ്ങനെ അടുത്ത് കണ്ട്. ഒരു വീട് കണക്കുണ്ടോ? അത് കാണാൻ ഒരു വീട്. ഇതാണ് ഫോർട്ട് കൊച്ചി. ആ വാട്ടർ മെട്രോ. ഇവിടെ കുറേ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അയ്യോ ഇത് കണ്ടോ, നല്ല രസമുണ്ട്. അടിപൊളി. ആ അടിപൊളി. ഇത് കൊള്ളാം. വാങ്ങിയോ? വാങ്ങിച്ചോ? കൊള്ളാലോ, അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് ഓപ്പൺ എയർ തിയേറ്റർ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ കണ്ടില്ല. നമുക്കിനി പോകാനുള്ളത് വേണ്ട അതിനകത്തോട്ടാണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഏതാ? ആ ഇവിടെ അല്ലേ നെഹ്റൂസ് ചിൽഡ്രൻസ് പാർക്ക്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതി വെച്ചേക്കുന്നത്. വൈശു ചാടല്ലേ അങ്ങോട്ട്. വാസ്കോഡ ഗാമ സ്ക്വയർ. ഓരോരോ സ്ഥലപ്പേരുകളെ. ഇറങ്ങിയാലോ അങ്ങോട്ട് വാ. ഇവിടെ കയറുന്നതിന് എൻട്രൻസ് ഫീ ഉണ്ടോ? ഇത് തൊപ്പിയിട്ട് കുറേ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. കൈ പിടിച്ചോ. ഹായ് അമ്മൂമ്മമാർ. ഇവരെല്ലാവരുടെ ടൂർ പോയിട്ട് പോവല്ലേ? എന്ത് വേണം? വേണ്ട. നാട്ടിൽ കണ്ടോ? ഇത് കണ്ടോ നീ? ഇതെന്തോന്ന് കണ്ടോ?
കയ്യിലിടുന്നയാ. നിനക്ക് വലുതാ ഭാവേ. ഇങ്ങോട്ട് വാ. അങ്ങോട്ടാ ഇതാ പോവാ നമ്മള്. പേഴ്സ് മേടിച്ചാ മതി. അങ്ങോട്ട് പോവാ. ഇതിനകത്ത് കയറണ്ടേ? എന്താ പക്ഷെ ഇതിനകത്ത് കയറിയ ഒരു കാര്യം ഇപ്പോഴും ഇറങ്ങത്തില്ല. ഫ്രീ ആയിട്ട് ഇത്രയും കിട്ടുമ്പോ കേറ്റണ്ടേ ഏട്ടാ. ഇവിടെ ഇരിക്കാം നമുക്ക്. ആ പോരെ പോരെ. ഇതിനകത്തിരുന്നാ വരത്തില്ലെന്തോ. കേറിക്കോ, കേറടി, ചവിട്ട്. ഇതിനകത്ത് കയറി, ഇതിനകത്ത് കയറി. ഇടി നീ ആവുന്ന മണിക്ക് പോയാ പോരാ. ഇവളല്ലോ അഡ്വഞ്ചർ പാർക്കിൽ കയറുന്നല്ലോ അതല്ല ഇവള് പോകുന്നേ. ദൈവമേ, സ്വർഗം കണ്ടതുപോലെ. എവിടെ കയറണോന്ന് അറിയാൻ വയ്യ കേട്ടോ. ഏത് വഴി കയറണോന്ന് അറിയാൻ വയ്യ. കാലൊക്കെ നൊന്തെന്ന് തോന്നുന്നു. കയറുന്നുണ്ട്, ഒരു പേടിയില്ലല്ലോ. ആ അതാ, ഇങ്ങനൊക്കെ വേണം എല്ലായിടും ചെയ്തിടാൻ. ഫ്രീ ആയിട്ട് എപ്പോഴും ഇല്ല, ആർക്ക് വേണമെങ്കിലും വരാം. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ ഉണ്ട് കേട്ടോ ഇവിടെ തുറന്നിരിക്കുന്ന. ബാ പോവാം. എന്താ മൈസൂർ പേടിയില്ലാതെ കയറി പോകണ്ട. ഞാൻ എങ്ങനെ ഇതെന്തായാലും ഒരു നല്ല സംഭവം അല്ലേ. അയ്യോ
അയ്യടാ ഒരാളൊന്ന് ചിരിക്കുന്ന തോന്നണ്ടോ? അയാൾക്ക് എങ്ങും കേറാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല, കുഞ്ഞൂരിക്ക് എങ്ങും കേറാൻ പറ്റുന്നില്ല കേട്ടാ. എല്ലാരും ചെന്ന് വിളിക്കുക. അവളെല്ലാരും നോക്കുക ഇങ്ങനെ ആരൊക്കെയാന്നൊക്കെ. ഉറുക്ക പിടിച്ചോണേ. ഇനി എവിടെ പോവാ? ഹലോ, ഹായ്. ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാമോ? ഹായ് ഹായ് മാമ. കുറച്ചേരം ഇവിടെ എടുത്ത്. ഇതൊന്നും എടുക്കുവോ കേട്ടോ? അയ്യോ, ഞാൻ വേണ്ടേ. ബാവേ വാടി, ഇതിനകത്ത് വാ. എന്തുവിടെ കാണിക്കുന്നത്? ആ, വൈശം വെച്ചോ. അവിടെ നില്ലേ, വെക്കട്ടെ. അവള് വേണം. എവിടാ ഇത്? ഇത് എറണാകുളം നെഹ്റൂസ് പാർക്ക്, ഫോർട്ട് കൊച്ചിയില്. വീഴില്ല, വീഴില്ല, പിടിച്ചോ. അച്ഛയെ എനിക്ക് പേടിയാണ്. വീഴോ? അയ്യേ അയ്യേ, പകുതി കിട്ടിട്ട് പോരുന്നോ? ഇറങ്ങല്ലേ, ഇറങ്ങല്ലേ. ആ, പോരട്ടെ.
മേടിക്കണം. ഇത് വഴിയാ. അവിടെ കേറ്. ആണോ? മാറിയോ? കേറ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് എന്നിട്ട് കാണാം കേട്ടോ. എന്നാ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങടി, അല്ല കേറടി, നിക്കട്ടെ. കേറി അകത്തോട്ട് കേറി, കഥ അടക്കട്ടെ, ഡോർ അടക്കട്ടെ. മാറുമാവേ കിടന്നതിനകത്ത് ഒന്നുണ്ടോ കപ്പല്? ഓണ്ട കണ്ടെയ്നറും കൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് കാണാൻ പറ്റും. ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്, വീഡിയോക്കാർക്ക് കാണാൻ പറ്റില്ല. മുട്ടം കപ്പലാണല്ലോ, ഒത്തിരിയും പോയല്ലോ ഇപ്പൊ തന്നെ. നേരത്തെ നമ്മള് കണ്ടില്ലല്ലോ അവിടെ കൊറേ ഇറക്കിയിട്ടിരിക്കുന്ന ഇത് കണ്ടെയ്നേഴ്സ്, അതിന്റെ അവിടെ കൊണ്ടിടാൻ പോവായിരിക്കും. വലിയ കപ്പല്. അടുത്തതാ വരും ബോട്ട്, ജങ്കാറ് വരുന്നു. ജങ്കാറ് ജങ്കാറ് വരും അതിന്റെ കൂടെ. ആളുകളൊക്കെ കണ്ടു. ഇതാണ് വാട്ടർ മെട്രോ. ഈ പോന്നെയാണോ? അല്ല, ഇത് മറ്റേ റോറോ സർവീസ്. റോറോ സർവീസ് അല്ല, ഇതായിരിക്കും വാട്ടർ മെട്രോ. അല്ല, ഇതല്ല. അത് കാണാൻ ഭയങ്കര അടുത്ത് ഓരോന്നിന്റെ പുറയിലൊക്കെ പോകും കേട്ടോ. ഇത് വള്ളമാണോ? ബോട്ട് വള്ളത്തിന്റെ കൂട്ട്. ഹലോ, നല്ലൊരു കാഴ്ച മിസ്സായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇതുവരെ പാലം കയറിയത് പോലെ ആയിരിക്കും ഇതൊന്ന് പൊക്കം കാണുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്നേ, ഞാനത് അറിഞ്ഞില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് പെട്രോൾ കൊണ്ടുവന്ന്, ഷിപ്പിലൊക്കെ പെട്രോൾ കൊണ്ടുവന്ന് നിറച്ചിടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കൊക്കെ ഈ ടാങ്കിൽ ലോറിക്കകത്തൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ കൊണ്ടു തരില്ലേ. അപ്പോൾ അത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഏട്ടനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഏട്ടനെ പൊങ്കാലിട്ടാൽ മതി. എനിക്കറിയില്ല, ശരിക്കും എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്നത് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ലെങ്ത് ഒരുപാടായി കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറാവും. അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ അടുത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ, അത് നല്ലതായിക്കോട്ടെ അല്ലെ ചീത്ത ആയിക്കോട്ടെ, അല്ലെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണെങ്കിൽ അതായിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.